ഈ കടൽ കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷം ഫീൽ ചെയ്തില്ലേ? ഈ തിരമാലകൾ ഇങ്ങനെ അലയടിച്ച് വരുമ്പം എന്തോ ഒരു ഹാപ്പിനെസ്സാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. ഈ ഹാപ്പിനെസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തതാണ്. ഈ ഹാപ്പിനെസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിൽ ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സന്തോഷത്തിൻ്റെ ഹോർമോണാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത്. ഒരു പക്ഷേ പോകുന്നിടത്തൊക്കെ നമുക്ക് സന്തോഷിക്കാൻ ഈ കടലുണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കണ്ട പൂന്തോപ്പുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമുക്ക് എന്നാൽ സന്തോഷം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടേ? നമുക്ക് സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ വിടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരട്ടെ. എക്സസൈസ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന സംഭവം പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഈ ട്രിപ്റ്റോഫാൻ ആണ് നമ്മൾ സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? സെറട്ടോണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പണൻ്റാണ് ഈ ട്രിപ്റ്റോഫാൻ. അപ്പോൾ എന്തായാലും പക്ഷേ നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കും. നമുക്ക് ആഴ്ചയിൽ ഒരു 90 മിനിറ്റ് വ്യായാമം ചെയ്താൽ പോലും അതൊരു ആൻറ്റി ഡിപ്രസൻറ്റ് ഗുളിക കഴിക്കുന്ന ഫലം ചെയ്യുന്നതാണ് പറയുന്നത്. ആലോചിച്ച് നോക്ക്. ആൻറ്റി ഡിപ്രസൻ്റ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാർശ്വഫലങ്ങൾ അനുഭവിക്കണം. നമ്മൾ വ്യായാമം ചെയ്ത് ഈ സെറട്ടോണിൻ ഉൽപ്പാദിപ്പിച്ചാലോ അതിന് പാർശ്വഫലങ്ങളും ഇല്ല, മറ്റ് ബെനിഫിറ്റ് വേറെ കിട്ടുകയും ചെയ്യും. അല്ല, ഇപ്പോൾ ഇത് നല്ലൊരു സൊല്യൂഷൻ അല്ലേ? ഏറ്റവും സന്തോഷം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം സൺലൈറ്റാണ്. ഇപ്പോൾ ഈ കടലോരത്ത് ഞാൻ ഏതാണ്ട് ഉച്ച സമയത്താണ് വന്നത്. അപ്പോൾ എനിക്ക് ഈ സന്തോഷം ഉൽപ്പാദിപ്പിക്കേണ്ട സെറട്ടോണിൻ ഈ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ ഉണ്ട്. ചില ആൾക്കാർക്ക് ചില മാനസിക പ്രശ്നങ്ങളൊക്കെ സീസണലായിട്ട് വരാറുണ്ട്. ഇതൊക്കെ തടയാൻ നമുക്ക് എന്താക്കും? നമുക്ക് സൺലൈറ്റ് എക്സ്പോഷർ കൊണ്ട് നമുക്ക് സാധ്യമാവും എന്നുള്ളതാണ്. അതുപോലെ നമുക്ക് സെറട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സംഭവമാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത്. അതിനെക്കുറിച്ച് ഇനിയും റിസർച്ചുകൾ നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. പിന്നെ നമുക്കറിയാം, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പയർ, പരിപ്പ് ഇതുപോലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ നന്നായിട്ട് കഴിക്കുകയാണെങ്കിലും നമുക്ക് എന്താക്കാൻ പറ്റും? നമ്മളിൽ ഈ സെറട്ടോണിൻ്റെ അളവ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. സെറട്ടോണിൻ നമ്മൾ ഇതുപോലൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മളെന്നും ഹാപ്പിനെസ്സുമായിട്ട് നമ്മളെ ലോകത്തേക്ക് പോവുക. അല്ലാണ്ട് ഹാപ്പിനെസ് പുറത്തുനിന്ന് വരാൻ വേണ്ടി കാത്തിക്കണ്ട. ഓക്കെ, ബി ഹെൽത്തി, ബൈ.